നമസ്കാരം. നമ്മുടെ സതീശൻ, അതായത് വി സതീശൻ നയിക്കുന്ന ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടോ? പ്രതിപക്ഷം എന്നാൽ അത്യാവശ്യം പ്രതികരിക്കാനെങ്കിലും അറിയണം. അല്ലാതെ ഇതൊരു പ്രതികരണ ശേഷിയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷമായി പോയില്ലേ? സർക്കാരിനെതിരെ പ്രതികരിക്കാൻ മാത്രം ഉള്ളതാണോ ഈ പ്രതിപക്ഷം എന്ന പദവി? എന്താണ് ഈ പദവി കൊണ്ട് സതീശൻ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം താൽക്കാലിക VC-മാരെ നിയമിച്ച ഗവർണറുടെ നടപടി ഒന്ന് പ്രതികരിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറല്ല. സംസ്ഥാന സർക്കാരിനെയും സർവകലാശാല ചട്ടങ്ങളെയും ഹൈക്കോടതി വിധിയെയും കാറ്റിൽ പറത്തി നടത്തിയ നിയമനത്തിനെതിരെ വ്യാപക പ്രതിഷേധം വരുമ്പോഴും കോൺഗ്രസ് മൗനത്തിലാണ്. BJP എന്ത് ചെയ്താലും അതിനു നേരെ കണ്ണടയ്ക്കുന്ന സമീപനമാണോ ഇനി താങ്കൾ കൈക്കൊള്ളുന്നതെന്നും സർക്കാരിന് നേരെ ആരോപിക്കുന്ന സംഘിബന്ധം ആരുമായിട്ടാണെന്ന് ഇപ്പൊ തെളിഞ്ഞതല്ലേ ഉള്ളൂ. സന്ദീപ് വാര്യർ എത്തിയപ്പോൾ മനസ്സിലായില്ലേ കോൺഗ്രസ് ഇല്ലത്തെ കുട്ടികൾക്ക് ആരുമായാണ് ബന്ധമെന്ന്? അതുകൊണ്ടാണ് കോൺഗ്രസിലെ ചേട്ടന്മാർ ഗവർണറുടെ അഹങ്കാര നടപടിയിൽ മൗനം പാലിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഗവർണറെ തള്ളിയെങ്കിലും UDF ഇക്കാര്യത്തിൽ ഏകീകൃത നിലപാടില്ലെന്ന് തെളിഞ്ഞു. വ്യാഴാഴ്ച മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചെങ്കിലും രണ്ട് സർവകലാശാലകളിലെ ചട്ടവിരുദ്ധ നിയമനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഗവർണറുടെ ഇത്തരം നീക്കങ്ങൾക്കെല്ലാം പ്രതിപക്ഷ നേതാവ് ഒത്തുകളി എന്ന് പരിഹസിക്കാറാണ് പതിവ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം തേടാൻ മാധ്യമങ്ങൾക്കും തീരെ താല്പര്യമില്ല. ഡിജിറ്റലിൽ താൽക്കാലിക VC ആക്കിയ കുസാറ്റിലെ അധ്യാപകനായ ശിവപ്രസാദ് പ്രത്യക്ഷത്തിൽ തന്നെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. ഡോക്ടർ സിസ തോമസ് ആകട്ടെ നേരത്തെ തന്നെ BJP-യുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ആളാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കലാണ് ഗവർണറുടെ ലക്ഷ്യമെന്ന് തെളിഞ്ഞിട്ടും കോൺഗ്രസ് നിലപാടെടുക്കാത്തത് സംസ്ഥാന വിരുദ്ധ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണെന്നത് വ്യക്തം. കേരളത്തിലെ സർവകലാശാലകളിൽ തന്നിഷ്ടപ്രകാരം നിയമനം നടത്തുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഗവർണറുടെ നടപടി BJP രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. സർവകലാശാല ഭരണത്തിൽ സംസ്ഥാന സർക്കാരിനോട് എതിർപ്പുണ്ട്, സമരം ചെയ്യാറുമുണ്ട്. പക്ഷേ ഗവർണർ പദവി ഉപയോഗിച്ച് സർവകലാശാലകൾ ഭരിക്കുന്ന നടപടി ഒരിക്കലും അംഗീകരിക്കാനാവില്ല. എന്തായാലും ഗവർണറുടെ ഈ നടപടിയിൽ സർക്കാർ കൈയും കെട്ടി നോക്കി നിൽക്കില്ല.